സ്ഥാനത്തേക്ക് ശശി തരൂരിന് സാധ്യത നൽകിയുള്ള ദേശീയ ഏജൻസിയുടെ സർവേക്ക് പിന്നിൽ സ്വയം ക്യാപ്റ്റനായി പ്രഖ്യാപിക്കാനുള്ള തരൂരിന്റെ ശ്രമമാണ് എന്ന വിലയിരുത്തലിലാണ് കോൺഗ്രസ് നേതൃത്വം. കേരളത്തിൽ തനിക്കാണ് ജനപിന്തുണയെന്ന് വരുത്തി പാർട്ടിക്കുള്ളിൽ തന്നെ ആശയക്കുഴപ്പമുണ്ടാക്കലാണ് തരൂരിന്റെ ഈ നീക്കത്തിന് പിന്നിലെന്നാണ് നേതൃത്വം കരുതുന്നത്. കോൺഗ്രസിനുള്ളിൽ തരൂരിന്റെ ഭാവി തന്നെ പരുങ്ങലിൽ നിൽക്കുമ്പോഴാണ് ദേശീയ ഏജൻസിയുടെ ഒരു സർവേ പുറത്തുവരുന്നത് എന്നതും ശ്രദ്ധേയമാണ്. സർവേയിൽ പറയുന്നത് മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് കൂടുതൽ ആളുകളും ആഗ്രഹിക്കുന്നത് ശശി തരൂരിനെ ആണെന്നാണ്. 28% പേരാണ് ശശി തരൂരിനെ പിന്തുണച്ചത്. മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് തനിക്കാണ് പിന്തുണയെന്ന് പറയുന്ന സർവേ വാർത്ത ശശി തരൂർ എക്സ് അക്കൗണ്ട് വഴി ഷെയർ ചെയ്തു. ഇതും ഗൗരവമായി തന്നെയാണ് കോൺഗ്രസ് നേതൃത്വം കരുതുന്നത്. ഇത് തരൂരിന്റെ പുതിയ നീക്കമായാണ് കോൺഗ്രസ് നേതൃത്വം വിലയിരുത്തുന്നത്. എന്നാൽ സർവേയെക്കുറിച്ച് കരുതലോട് പ്രതികരിക്കാനാണ് കോൺഗ്രസിന്റെ തീരുമാനം. കോൺഗ്രസിനെ ആവേശകരമാക്കുന്ന ഒരു സർവേ കൂടിയായിരുന്നു ഇത്. കാരണം സംസ്ഥാനത്ത് ഭരണവിരുദ്ധ തരംഗം ഉണ്ട് എന്ന് സർവേയിൽ ചൂണ്ടിക്കാട്ടിയിരുന്നു. UDF അധികാരത്തിൽ വരുന്ന സാഹചര്യമാണ് ഉള്ളതെന്നും സർവേയിൽ പറഞ്ഞിരുന്നു. പക്ഷേ ശശി തരൂരിന് ഏറ്റവും കൂടുതൽ വോട്ട്, ഏറ്റവും കൂടുതൽ പിന്തുണ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് കിട്ടിയതാണ് കോൺഗ്രസിൽ ആശയക്കുഴപ്പം ഉണ്ടാക്കിയിരിക്കുന്നതും സർവേയെക്കുറിച്ച് പ്രതികരിക്കേണ്ട എന്ന തീരുമാനം കോൺഗ്രസ് എടുത്തതിനും കാരണം. വോട്ട് വൈബ് എന്ന ദേശീയ ഏജൻസിയാണ് 2026 കേരളത്തിലെ സാധ്യതകളെക്കുറിച്ച് സർവേ നടത്തിയത്. ഈ സർവേ കഴിഞ്ഞ ദിവസം പുറത്തു വന്നിരുന്നതാണ്. തരൂർ പക്ഷേ ഇത് റീട്വീറ്റ് ചെയ്തതാണ് ഇപ്പോൾ വലിയ വാർത്തയാകുന്നത്. ക്യാപ്റ്റനായി തരൂർ സ്വയം പ്രഖ്യാപിക്കുകയാണോ എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മറ്റൊരു കാര്യം ഈ സർവേയിൽ വെളിപ്പെട്ടിരുന്നത് LDFൽ പിണറായി വിജയനേക്കാൾ KK ശൈലജയ്ക്കാണ് കൂടുതൽ ആളുകൾ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് പിന്തുണ നൽകിയിരിക്കുന്നത് എന്നതും പ്രത്യേകതയാണ്. പക്ഷേ ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ സർവേ ഫലം ശശി തരൂർ തൻ്റെ എക്സ് അക്കൗണ്ടിലൂടെ ഷെയർ ചെയ്തു എന്നുള്ളതാണ്. ഇത് ആശയക്കുഴപ്പമുണ്ടാക്കിയിരിക്കുകയാണ് കോൺഗ്രസ് നേതൃത്വത്തിന്. അതായത് മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് സ്വയം ഉയർത്തിക്കാട്ടുകയാണ് ശശി തരൂർ. ഇപ്പോൾ ക്യാപ്റ്റൻ തർക്കം കോൺഗ്രസിൽ നിലനിൽക്കുന്ന സമയത്താണ്. ആരാണ് മുഖ്യമന്ത്രി ആയി വരിക, UDF അധികാരത്തിലെത്തിയാൽ എന്നുള്ള തർക്കം കോൺഗ്രസിനുള്ളിൽ നിലനിൽക്കുമ്പോഴാണ് ശശി തരൂർ സ്വയം മുന്നോട്ട് വരുന്നത്. കൂടുതൽ വിവരങ്ങൾ നൽകാൻ TG സജിത്ത് ചേരുകയാണ് ന്യൂസ് ഡെസ്കിൽ നിന്ന്. സജിത്ത്, ഇത് വലിയ ആശയക്കുഴപ്പം കോൺഗ്രസിൽ ഉണ്ടാക്കിയിരിക്കുന്നു എന്ന കാര്യത്തിൽ സംശയമില്ല. കോൺഗ്രസിന്റെ ഏത് നേതാക്കളോട് ചോദിക്കുമ്പോഴും ഇതിനെക്കുറിച്ച് തൽക്കാലം പ്രതികരണമില്ല എന്നാണ് പറയുന്നത്. ഒരു കാര്യം, ഈ സർവേ മൊത്തത്തിലെടുത്ത് നോക്കുകയാണെങ്കിൽ പല സർവേകളും ദേശീയ അടിസ്ഥാനത്തിൽ വന്നിട്ടുണ്ട്. പക്ഷേ ഈ സർവേ മൊത്തത്തിലെടുത്ത് നോക്കുകയാണെങ്കിൽ ഇതിൽ UDFന് അനുകൂലമായ കാര്യങ്ങളാണ് പറഞ്ഞിരുന്നത്. ഭരണവിരുദ്ധ വികാരം എന്നതായിരുന്നു ഈ സർവേയുടെ തലക്കെട്ട് തന്നെ. പക്ഷേ ശശി തരൂരാണ് ഏറ്റവും കൂടുതൽ മുഖ്യമന്ത്രി സ്ഥാനത്തേക്കുള്ള പിന്തുണ എന്ന് വന്നതുകൊണ്ട് കോൺഗ്രസ് പിന്നോട്ട് പോവുകയാണല്ലോ. ഇത് തരൂർ സ്വയം ക്യാപ്റ്റനായി ഉയർത്തിക്കാട്ടുന്ന ഒരു സർവേ എന്ന രീതിയിലല്ലേ ഇപ്പോൾ വ്യാഖ്യാനിക്കപ്പെടുന്നത്? തരൂരിന്റെ ഒരു തന്ത്രം തന്നെയല്ലേ ഇതിന് പിന്നിൽ പ്രവർത്തിച്ചിരിക്കുന്നത്? മഞ്ജുഷ്, വളരെ പ്രധാനപ്പെട്ട കാര്യം അതുതന്നെയാണ്. അല്പസമയം മുമ്പ് ഈ പ്രതിപക്ഷ നേതാവ് VD സതീശന്റെ പ്രതികരണം കൂടി വന്നിട്ടുണ്ട്. തരൂർ ഇക്കാര്യത്തിൽ സതീശനും വളരെ കരുതലോടുകൂടി തന്നെയാണ് നീങ്ങുന്നത്. കാരണം കോൺഗ്രസ് ഈ വിഷയത്തിൽ പലതരത്തിലുള്ള സർവേകൾ വരുന്നുണ്ട്, അതിനോട് പ്രതികരിക്കാനില്ല. ഒപ്പം ഈ തരൂർ ഇത് റീട്വീറ്റ് ചെയ്തുകൊണ്ടുള്ള തരൂരിന്റെ നീക്കത്തോടും അദ്ദേഹം പ്രവർത്തക സമിതി അംഗമാണ്, അതുകൊണ്ട് കാര്യമായ പ്രതികരണത്തിലില്ല എന്ന നിലപാടെടുത്തുകൊണ്ട് അതിനെ ലഘൂകരിക്കാൻ VD സതീശൻ ശ്രമിക്കുന്നു എന്നതാണ്. മഞ്ജുഷ് സൂചിപ്പിച്ചതുപോലെ കോൺഗ്രസിനെ സംബന്ധിച്ച് ഇത്തരം സർവേകൾ, അതായത് യഥാർത്ഥത്തിൽ അതിൻ്റെ ആകത്തുക UDFന് വമ്പൻ സാധ്യത പ്രഖ്യാപിക്കുന്ന ഒരു സർവേ ഫലമാണ്. എന്നിരുന്നാൽ കൂടി അത് പൂർണ്ണമായി ഉൾക്കൊള്ളാൻ കഴിയില്ല എന്ന രാഷ്ട്രീയ സാഹചര്യം കോൺഗ്രസിന് മുന്നിലുണ്ട്. അതിൻ്റെ കാരണം അവിടെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്കുള്ള സാധ്യതയായി പറയുന്നത് ശശി തരൂർ എന്നതുകൊണ്ട് തന്നെയാണ്. അതായത് VD സതീശനേക്കാൾ, ഈ സർവേ ഉദ്ധരിച്ചാൽ VD സതീശനേക്കാൾ ഏകദേശം 18%-ലധികം വോട്ടുകൾ കൂടുതലാണ് ശശി തരൂരിന് ലഭിച്ചിരിക്കുന്നത്. അത് സ്വാഭാവികമായും ഈ സർവേ തള്ളാനും കൊള്ളാനുമില്ലാത്ത അവസ്ഥയിലേക്ക് കോൺഗ്രസിനെ കൊണ്ടുചെന്നെത്തിക്കുന്നു. അതുകൊണ്ട് തന്നെ ഇത് തരൂരിന്റെ ഒരു ബോധപൂർവമായ നീക്കം എന്ന വിലയിരുത്തലിലേക്ക് തന്നെയാണ് വരുന്നത്. മാത്രമല്ല, വോട്ട് വൈബ് എന്ന ഏജൻസി ഇപ്പോൾ ഇത്തരം ഒരു സർവേ പുറത്തുവിടുന്നതിന് പിന്നിൽ ബോധപൂർവമായ ചില നീക്കങ്ങൾ ഉണ്ട് എന്ന് കോൺഗ്രസ് കരുതുന്നു. രണ്ട് തരത്തിലുള്ള വെല്ലുവിളികളാണ് കോൺഗ്രസ് ഇക്കാര്യത്തിൽ നേരിടേണ്ടി വരിക. ഒന്ന്, ശശി തരൂർ തന്നെ സാധ്യത എന്ന തരത്തിൽ ചർച്ച ഉയർന്നു വരുമ്പോൾ അതുണ്ടാക്കുന്ന ആശയക്കുഴപ്പം ഒരുപക്ഷെ നേതൃത്വം ജാഗ്രത കാട്ടിയെങ്കിൽ കൂടിയും കോൺഗ്രസ് അണികൾക്കിടയിലേക്ക് വീണ്ടും അത് ആശയക്കുഴപ്പം ഉണ്ടായി വരാനുള്ള സാധ്യതയുണ്ട്. അതേസമയം ഇപ്പോൾ ഈ ചർച്ച ഉയർന്നു വരുന്നതിന് പിന്നിൽ തരൂരിന് കോൺഗ്രസിൽ തുടരാനല്ല, മറിച്ച് അത് കോൺഗ്രസിൽ ഒരു ആശയക്കുഴപ്പം ഉണ്ടാക്കി മറ്റൊരു ദേശീയ അജണ്ടയുടെ ഭാഗമാണോ എന്ന കാര്യം കോൺഗ്രസ് സംശയിക്കുന്നു. ഇതാണ് ഇപ്പോഴത്തെ ഈ സർവേയുമായി ബന്ധപ്പെട്ടുള്ള കോൺഗ്രസിന്റെ നീക്കങ്ങൾ. ഇതിനകത്ത് കോൺഗ്രസിനെ ആവേശത്തിലാക്കുന്ന, UDFനെ ആവേശത്തിലാക്കുന്ന ഒട്ടേറെ കാര്യങ്ങൾ ഈ സർവേയിൽ പറയുന്നുണ്ടല്ലോ. ഉദാഹരണത്തിന് ഭരണവിരുദ്ധ വികാരമുണ്ടോ എന്നുള്ള ചോദ്യത്തിന് തന്നെ 41% ആളുകളും ഏറ്റവും കൂടുതൽ എന്നുള്ള അഭിപ്രായമാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. പക്ഷേ
സാധാരണ സർവേകളെ ഞങ്ങൾ വിശ്വാസത്തിലെടുക്കുന്നില്ല എന്നൊക്കെ കോൺഗ്രസും UDF ഒക്കെ പറയുമ്പോഴും ഇത്ര അനുകൂലമായിട്ടുള്ള ഒരു സർവേ വരുമ്പോൾ അതിനെ പോസിറ്റീവായിട്ട് കണ്ടുകൊണ്ട് ഇതാ കേരളത്തിൽ ഭരണവിരുദ്ധ വികാരം എന്ന് കോൺഗ്രസിന് പറയാമായിരുന്നു. പക്ഷേ അവിടെ തരൂരിന്റെ ബുദ്ധി പ്രവർത്തിച്ചിരിക്കുന്നു എന്ന തിരിച്ചറിവ് ഇതിനകം കോൺഗ്രസിന് ഉണ്ടായിട്ടുണ്ടല്ലോ. സതീശൻ കൃത്യമായിട്ട് എന്താണ് പറഞ്ഞത്? ഒഴിഞ്ഞു മാറുകയായിരുന്നു. സതീശൻ പറയുന്നത് 2026 സാധ്യത സംബന്ധിച്ച പല സർവേകളും പുറത്തു വരുന്നുണ്ട്. അത് സംബന്ധിച്ച പ്രതികരണത്തിലില്ല. ഈ ശശി തരൂരിന്റെ നിലപാട് സംബന്ധിച്ച് തരൂർ വിഷയത്തിൽ താൻ പ്രതികരിക്കാനില്ല. നമുക്കറിയാം ഈ തരൂരിന്റെ വിവാദ വിഷയങ്ങളിലൊക്കെ VD സതീശൻ സ്വീകരിക്കുന്ന ഒരു നിലപാട് നമുക്കറിയാം. തരൂർ ഒരു പ്രവർത്തക സമിതി അംഗമാണ്, അതുകൊണ്ട് താനല്ല അഭിപ്രായം പറയേണ്ടത് എന്നതാണ് സതീശൻ എടുക്കാറുള്ള നിലപാട്. ഇവിടെയും സതീശൻ അത്തരം നിലപാട് തന്നെയാണ് സ്വീകരിച്ചിരിക്കുന്നത്. കാരണം VD സതീശൻ കോൺഗ്രസിലെ മുഖ്യമന്ത്രിയാവാൻ സാധ്യത കൽപ്പിക്കപ്പെടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വ്യക്തി എന്ന് വിലയിരുത്തപ്പെടുന്ന സതീശനെ മറികടന്നുകൊണ്ട് ഇത്തരമൊരു സർവേ വരുമ്പോൾ സ്വാഭാവിക പ്രതികരണമാണ് VD സതീശനിൽ നിന്നും. വളരെ കരുതലോടെ ഇക്കാര്യത്തിൽ നിലപാടെടുത്തുകൊണ്ടാണ് സതീശന്റെ ഭാഗത്ത് നിന്ന് മുന്നോട്ട് പോകുന്നത്. അതേസമയം ഇന്നലെ KPCC VD സതീശന്റെ പ്രതികരണം ഒന്ന് കേൾക്കാം. നമ്മൾ ചിലത് കാണും, നമ്മൾ ചിലത് കാണില്ല. ഇതേതാന്ന് എനിക്ക് മനസ്സിലായില്ല. ലേഖനത്തിൽ വിയോജിപ്പാണോ? ഞാനൊന്നും പറഞ്ഞില്ലല്ലോ. അത് അഭിപ്രായങ്ങളോട് പറയണെങ്കിൽ ആദ്യമേ തന്നെ പറയില്ല അഭിപ്രായം. ഞാൻ പറയില്ല. കേരള കോൺഗ്രസും PV അൻവറൊക്കെ പുതിയ അല്ലല്ല, ഞാനൊന്നും ഈ UDFന്റെ അജണ്ടയിൽ, ഇന്നത്തെ അജണ്ടയിൽ അത്തരം ഒരു കാര്യങ്ങളും ഇല്ല. ദീർഘകാലത്തെ അജണ്ടയിൽ ഞങ്ങളുടെ സംഘടനാപരമായ UDFന്റെ അടിത്തറ, ജനകീയ അടിത്തറ വിപുലപ്പെടുത്തുന്നത് ദീർഘകാല അജണ്ടയിലുണ്ട്. ഇന്നത്തെ അജണ്ടയിലില്ല. നിങ്ങൾ വെറുതെ വാർത്ത ഉണ്ടാക്കുകയും വേണ്ട. ഇന്നലെ മിനിയാന്നൊക്കെ നിങ്ങൾ വെറുതെ ഇങ്ങനെ വാർത്ത ഉണ്ടാക്കുക. ഇന്നത്തെ അജണ്ട ഞങ്ങൾ രണ്ടുപേരും കൂടി ബാക്കിയുള്ള നേതാക്കന്മാരോട് എല്ലാവരോടും, ഞാനും UDF കൺവീനറും കൂടി UDF യോഗം അല്പസമയത്തിനകം ചേരാൻ പോവുകയാണ് കൊച്ചിയിൽ. അതിന് മുന്നോടിയാണ് VD സതീശൻ മാധ്യമങ്ങളോട് സംസാരിച്ചത്. എന്തായാലും തരൂർ വിഷയത്തിൽ കരുതലോടെയുള്ള പ്രതികരണമാണ്. തരൂരിന്റെ സഹിത രണ്ട് കാര്യങ്ങൾ ചോദിച്ചിട്ടുണ്ട്. ഒന്ന്, ഈ സർവേ ക്യാപ്റ്റൻ എന്ന് പറയുന്നത്, അതായത് ഇവിടെ ഏറ്റവും കൂടുതൽ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ആർക്കാണ് പിന്തുണ എന്നത് ശശി തരൂരിനാണ് എന്ന് കണ്ടെത്തിയിരിക്കുന്ന ഈ സർവേ തരൂർ റീട്വീറ്റ് ചെയ്തതിനെക്കുറിച്ചുള്ള ചോദ്യം, അതിലും കരുതലോടെയാണ്. പിന്നെ മറ്റൊരു കാര്യമുണ്ട്, അടിയന്തരാവസ്ഥയെ ശശി തരൂർ അതിരൂക്ഷമായി വിമർശിച്ചിരിക്കുകയാണ്. അതായത് കോൺഗ്രസിനോട് അകലുന്നു പൂർണ്ണമായും എന്നുള്ള സന്ദേശം തരൂർ നൽകുകയാണ്. അടിയന്തരാവസ്ഥയ്ക്കെതിരെ വലിയൊരു ലേഖനം തന്നെ എഴുതിയിരിക്കുകയാണ് ശശി തരൂർ. അതിൽ ജനാധിപത്യത്തെ കശാപ്പ് ചെയ്തത്, അഭിപ്രായ സ്വാതന്ത്ര്യത്തെ അടിച്ചമർത്തിയത്, ഇങ്ങനെ ഒട്ടേറെ വിശേഷണങ്ങളാണ് അടിയന്തരാവസ്ഥയ്ക്കെതിരെ നൽകിയിരിക്കുന്നത്. എതിർ സ്വരങ്ങളെ ഇല്ലാതാക്കിയത്, ഇങ്ങനെ ഒട്ടേറെ കാര്യങ്ങൾ പറയുകയാണ് ശശി തരൂർ. അപ്പോൾ തരൂർ കോൺഗ്രസിൽ നിന്ന് അകന്നു കഴിഞ്ഞു. പിന്നെ എങ്ങനെ തരൂരിനെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായിട്ട് ഇവിടെ കൂടുതൽ ആളുകൾ തെരഞ്ഞെടുക്കും? അപ്പോൾ തരൂരിന്റെ ബുദ്ധിയാണ് ഇതിന് പിന്നിൽ പ്രവർത്തിച്ചിട്ടുള്ളത് എന്ന വിലയിരുത്തലിലേക്ക് കോൺഗ്രസ് നേതൃത്വം വന്നിരിക്കുകയല്ലേ? ഈ സർവേയും അതിനുവേണ്ടിയുള്ളതാണെന്ന്. തീർച്ചയായും മഞ്ജുഷ, അതുതന്നെയാണ് സംഭവിക്കുന്നത്. കോൺഗ്രസിന്റെ ഒരു കരുതലും ജാഗ്രതയും അതുതന്നെയാണ് സൂചിപ്പിക്കുന്നതും. കാരണം ഇപ്പോഴത്തെ ഈ സർവേക്ക് പിന്നിൽ കോൺഗ്രസിന് UDFന് സാധ്യത നൽകുന്ന സർവേ, എന്നാൽ ശശി തരൂരിനെ ഉയർത്തിക്കാട്ടുന്ന സർവേക്ക് പിന്നിൽ ബോധപൂർവമായ നീക്കമുണ്ടെന്ന് തന്നെ കരുതുന്നു. മാത്രമല്ല, ഈ സർവേയുടെ കണ്ടെത്തലിലെ ശ്രദ്ധേയമായ ഒരു കാര്യം കൂടിയുള്ളത്, ഇടതുമുന്നണിയും BJPയും NDAയും തമ്മിലുള്ള വോട്ട് ശതമാനം നേരിയ വ്യത്യാസം മാത്രമാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. അങ്ങനെയെങ്കിൽ ഇതിന് പിന്നിൽ ഒരു ദേശീയ അജണ്ട പ്രഖ്യാപിച്ചിട്ടുണ്ട്. അത് തരൂരിന്റെ പുതിയ രാഷ്ട്രീയ നീക്കത്തിന്റെ ഭാഗമാണ് എന്ന് തന്നെയാണ് കോൺഗ്രസ് കേന്ദ്രങ്ങൾ കരുതുന്ന കാരണവും. അതുകൊണ്ട് കൂടി തന്നെയാണ് ഈ നീക്കങ്ങൾ ഈ രീതിയിൽ പ്രതികരണം പുറത്തു വരുന്നതും. ഒരു റിയാക്ഷൻ കൂടി വന്നിട്ടുണ്ട്. തരൂരിന്റെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായിട്ട്, അല്ലെങ്കിൽ മുഖ്യമന്ത്രി സാധ്യത സർവേ എന്ന് തന്നെ പറയാം. അതായത് മുഖ്യമന്ത്രിയായിട്ട് ഏറ്റവും കൂടുതൽ ആളുകൾ തെരഞ്ഞെടുത്തിരിക്കുന്നത് സർവേയിൽ തരൂരിനെയാണ്. ഇതിനെ തള്ളിക്കൊണ്ട് ഇപ്പോൾ കോൺഗ്രസ് പ്രവർത്തക സമിതി അംഗമായ രമേശ് ചെന്നിത്തലയും രംഗത്തെത്തിയിരിക്കുകയാണ്. വിശ്വാസ്യത ഇല്ലാത്ത സർവേ എന്നാണ് ചെന്നിത്തല പറയുന്നത്. ഈ സർവേയിൽ UDFനാണ് കൃത്യമായ മേൽക്കൈ എന്ന് പറയുന്നുണ്ട്, ഭരണവിരുദ്ധ വികാരം ഉണ്ട് എന്ന് പറയുന്നുണ്ട്. പക്ഷേ തരൂരിന്റെ പേര് അതിൽ കടന്നു വന്നതുകൊണ്ട് ചെന്നിത്തലയ്ക്കും ഇതിനോട് യോജിക്കാൻ കഴിഞ്ഞിട്ടില്ല. അപ്പോൾ കോൺഗ്രസിന്റെ ഒരു പൊതുവികാരമായിട്ട് ഇത് ഉയർന്നു വരികയാണല്ലോ സഹിത്ത്. തീർച്ചയായിട്ടും ഇതിന് പിന്നിൽ ഒരു വലിയ അജണ്ടയുണ്ട് എന്ന് തന്നെ വേണം കോൺഗ്രസ് കരുതുന്നത്. കാരണം ഇന്നത്തെ UDFൽ പോലും ഇത്തരം പ്രചരണങ്ങൾക്കെതിരെ ജാഗ്രത പാലിക്കുക എന്ന ഒരു പൊതു നിർദ്ദേശം കൂടി ഉയർന്നു വരാനുള്ള സാധ്യതയുണ്ട്. കാരണം മുന്നണി വിവരീകരണ വിഷയത്തിലും അടക്കം ഈ VD സതീശൻ ഇപ്പോൾ നടത്തിയിരിക്കുന്ന പ്രതികരണം ആ ജാഗ്രത കാട്ടലിന്റെ ഭാഗമാണ്. ഒന്ന് ഇടപെടുകയാണ്. ഇപ്പോൾ